ബോഡി ഈസ് ടെലിംഗ് യു ടു ടേക്ക് റെസ്റ്റ് ബട്ട് യു ആർ ബീങ് ഫോഴ്സ് ടു വർക്ക്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് വരുമ്പോഴാണ് ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഹൈപ്പർ കൊളസ്ട്രോളോമിയ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്സ് അങ്ങനത്തെ പോലത്തെ പ്രശ്നങ്ങളൊക്കെ കൂടാനുള്ള സാധ്യത. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഡയറ്റ്. എന്നാലും സന്തോഷ് സാറിനെ പോലെ ഇത്രയും വലിയ ലോകം അറിഞ്ഞൊരു സഞ്ചാരി നമ്മുടെ മുന്നിൽ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മാനൊക്കെ ഇരിക്കും. എന്താണ് സാറിനോട് സംസാരിക്കാനുള്ളത് ബീങ് എ ഡോക്ടർ? എനിക്ക് സാറിനോട് ശരിക്കും ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു ശരിക്കും ഒരു മെഡിക്കൽ ഹബ്ബ് ആക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും കേരളത്തിൽ നമ്മൾ ഇനിയും സാറിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്കിനി നടപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഇനിഷ്യേഷനിലേക്ക് എന്തൊക്കെയാണ് ഇനിയും സാറിന് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ മോഡേൺ മെഡിസിനിൽ ലോക നിലവാരമുള്ള ഫെസിലിറ്റികൾ കൊടുക്കുന്ന പുതിയ നിരവധി ഹോസ്പിറ്റലുകൾ ഉണ്ടായി വരുന്നുണ്ട്. അത് കേരളത്തിലെ രോഗികൾക്ക് ചിലപ്പോൾ അഫോർഡബിൾ അല്ല എന്ന് തോന്നാം. അതിൻ്റെ പല കാരണങ്ങളൊന്ന്, നമ്മൾ മോഡേണായി ഈ ഹെൽത്ത് സെക്ടറിനെ കണ്ടു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന്, എല്ലാ ആളുകളും ഇൻഷുറൻസിനെ ആശ്രയിക്കാൻ തുടങ്ങണം. മെഡിക്കൽ ഇൻഷുറൻസ് മനുഷ്യൻ്റെ ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണം. രണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് ഇതിനെ സമീപിക്കണം. അതായത് ആശുപത്രിയിൽ പോയി ചികിത്സ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ എലിജിബിൾ അല്ല എന്ന് പറയുന്ന വലിയൊരു ശതമാനമുണ്ട്. ഇൻഷുറൻസ് മേഖലയുടെ വിശ്വാസ്യത കളയുന്ന നിരവധി കാര്യങ്ങൾ അതിനകത്ത് വലിയൊരു പ്രോബ്ലമാണ്. വലിയൊരു പ്രോബ്ലമാണ്. കറക്റ്റ്.